പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒടുവിൽ കോൺഗ്രസ് കൈവിട്ടു. കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി നേതാക്കൾക്കൊപ്പം വീട് കയറിയും വേദി പങ്കിട്ടും സജീവമായിരുന്ന MLAക്കെതിരെ മാതൃകാ നടപടിയെടുത്തു എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഗത്യന്തരമില്ലാതെ യുവ നേതാവിനെ കൈവിട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടി സസ്പെൻഡ് ചെയ്തപ്പോഴും കോൺഗ്രസിലെ ദൃശ്യവും അദൃശ്യവുമായ കരങ്ങൾ മാങ്കൂട്ടത്തിലിന് സംരക്ഷണം ഒരുക്കിയിരുന്നു. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 1ാം വാർഷികത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്ത്. ചുരുങ്ങിയ സമയം കൊണ്ട് പാർട്ടിയിലെ പലരെയും ഗോഡ്ഫാദർമാരുടെ സഹായത്തോടെ വെട്ടിയൊതുക്കി MLA വരെ എത്തിയ യാത്ര അവസാനിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകാൻ നടത്തിയ വ്യാജ ID കാർഡ് നിർമ്മാണത്തിലും പാലക്കാട് നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നതും ഒക്കെ ആരോപണങ്ങളായി ഒതുങ്ങിയപ്പോൾ സ്വഭാവ വൈകല്യം വിനയായി. നിയമപോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞാൽ പോലും പെരുമാറ്റ ദൂഷ്യമുള്ള നേതാവിനെ പാർട്ടിയിലേക്ക് തിരികെ ആനയിച്ചാൽ കോൺഗ്രസിന് ഗുണത്തേക്കാൾ ദോഷമാകും ഫലം. മാത്രമല്ല, പടികൾ കയറുന്നതിനിടെ ആവശ്യത്തിലേറെ ശത്രുക്കളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ തൽക്കാലം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞെങ്കിലും തിരിച്ചുവരവ് ചിന്തിക്കേണ്ടതില്ല. ഒന്നിലേറെ പരാതികൾ പോലീസിന് മുന്നിലുണ്ട്. പാർട്ടിക്ക് മുന്നിലും പാർട്ടി നേതാക്കൾക്കിടയിലും രേഖാമൂലമല്ലാത്ത നിരവധി മറ്റു പരാതികളും. കോൺഗ്രസിൽ പടികൾ ചവിട്ടാൻ കരുത്തായി നിന്ന ഷാഫി പറമ്പിൽ MPയും രാഹുലിന്റെ പതനത്തിനിടെ ആരോപണത്തിന്റെ നിഴലിലാണ്. അതിനും ന്യായീകരിക്കത്തക്ക കാരണങ്ങളുണ്ട്. പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കാൻ തന്റെ പിൻഗാമി എന്ന പരിവേഷം നൽകിയത് ഷാഫി പറമ്പിലാണ്. രാഹുലിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയിൽ നിന്നുയർന്ന എതിർപ്പുകൾ അടിച്ചൊതുക്കാൻ മുന്നിൽ നിന്നത് ഷാഫിയാണ്. പാലക്കാട് രാഹുലിനെ വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് നയിച്ചതും ഷാഫി. ഒടുവിൽ രാഹുലിനെതിരെ യുവതിയുടെ പരാതി വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഷാഫിക്കെതിരെ ശബ്ദമുയർന്നു. കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും അടക്കം പറച്ചിലായി ഉണ്ടായിരുന്നു കാര്യങ്ങൾ. MA ഷഹനാസിൽ നിന്നുണ്ടായത് ഷാഫി രാഹുൽ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള കഥകളുടെ സ്ഥിരീകരണമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കുന്നത് പാർട്ടിക്ക് ദോഷമാകുമെന്ന് തെളിവ് സഹിതം മുന്നറിയിപ്പ് നൽകിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടാൻ ഷാഫി തയ്യാറായില്ലെന്ന് മാത്രമല്ല, പിൻഗാമിയായി വാഴിക്കുകയും ചെയ്തു. തൻ്റെ ഉയർച്ചയിലും വീഴ്ചയിലും താങ്ങും തണലും ഷാഫിക്ക് ആണെന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞതൊക്കെ മറക്കാറായിട്ടില്ല. ഷാഫി ഇപ്പോൾ പറയുന്നത് വ്യക്തിപരമായ പിന്തുണയല്ല, അതെല്ലാം സംഘടനാ പ്രവർത്തനത്തിനുള്ള പിന്തുണ എന്നാണ്.